വിശുദ്ധന്മാരായ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. ഇത് G2R എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാകുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തെ ആധാരമാക്കി രാജകീയ പുരോഹിതവർഗം എന്ന പുതിയ നിയമസഭയിലെ വിശുദ്ധൻ വംശമാകുന്ന ദൈവസഭയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിന് പകരമായി ദൈവം പുതിയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതവർഗവും രാജകീയ ജനവുമാകുന്നു നമ്മൾ എന്നുള്ളത്. പഴയ നിയമത്തിൽ ലേവി ഗോത്രമാകുന്ന പുരോഹിതന്മാർ തങ്ങളുടെ 12 ഗോത്രങ്ങളിലുള്ള ജനം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അതാത് സന്ദർഭങ്ങളിൽ നിഷ്കർഷിച്ചിരുന്ന ആത്മീയ അക്ഷരികയാഗങ്ങൾ, ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, സമാധാനയാഗം എന്നിവയെക്കുറിച്ച് നാം അല്പാൽപമായി കഴിഞ്ഞ ഭാഗങ്ങളിൽ ചിന്തിച്ചു. ഇപ്പോൾ നാം 4-ാമത്തെ യാഗമാകുന്ന പാപയാഗത്തെക്കുറിച്ചാണ് പഠിക്കുവാൻ പോകുന്നത്. ആധാരമായി ലേവ്യ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 3, 13, 22, 27, 5-ാം അധ്യായം 11, 14 എന്നീ വാക്യങ്ങളിൽ അവയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. വളരെ വ്യക്തമായ ഭാഷയിൽ തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ തുറക്കാം. പാപയാഗം, ഇംഗ്ലീഷിൽ ഈ പദത്തിന് സിൻ ഓഫറിംഗ് എന്നാണ് പറയുന്നത്. എബ്രായ ഭാഷയിൽ പാപയാഗത്തിനുള്ള പദം ചട്ടാൻ, CHATTAN എന്നത്രേ. കഠിനമായത്, കടുപ്പം ഏറിയത് എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം. മായിക്കപ്പെടാത്തത്, ആഴമായി ആർന്നിറങ്ങിയത് എന്നൊക്കെ. ഗ്രീക്ക് ഭാഷയിൽ പാപത്തിന് ഹമാർത്തിയോൻ തൂസിയാസ് എന്ന് പറഞ്ഞാൽ യാഗം, ഭസ്മമാക്കുക, എരിഞ്ഞടങ്ങുക എന്നാണ്. ഹമാർത്തിയ എന്ന പദത്തിന് പാപം എന്നും. അപ്പോൾ പാപയാഗത്തിന് ഹമാർത്തിയോൻ തൂസിയാസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് ഗ്രഹിക്കാവുന്നതാണ്. ആരെങ്കിലും ഒരു വ്യക്തിയോ, ലേവ്യ പുസ്തകം 4-1, ഇസ്രായേൽ സഭ മുഴുവനുമായോ, ലേവ്യ പുസ്തകം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഒരു പ്രമാണിയോ, അതായത് ജനത്തിൻ്റെ നടുവിൽ പ്രസിദ്ധനായ ഒരു വ്യക്തിയോ, ലേവ്യ പുസ്തകം 4-22. 4-ാമത് ജനത്തിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനോ, പേരും പ്രസ്താവവും ഇല്ലാത്ത വ്യക്തി, ലേവ്യ പുസ്തകം 4-ാമത്തെ 27-ാമത്തെ വാക്യം, ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും പിഴച്ച് അബദ്ധവശാൽ, അതായത് കരുതിക്കൂട്ടി ചെയ്യാത്ത പാപമാണ്, അറിയാതെ ചെയ്തു പോയി, അബദ്ധവശാൽ ചെയ്യുന്ന കൽപ്പന ലംഘനത്തിൻ്റെ പ്രതിവിധിക്കായി. ശ്രദ്ധിക്കുക, ലേവ്യ പുസ്തകം 4-2, 13, 22, 27 എന്നീ വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അത് നിങ്ങൾക്ക് ഗ്രഹിക്കാവുന്നതാണ്. അതിൻ്റെ പ്രതിവിധിക്കായി ചെയ്യുന്ന യാഗമാണ് പാപയാഗം. ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ച കൽപ്പന അബദ്ധവശാൽ ചെയ്താലും അത് പാപമായി തന്നെ കണക്ക് കൂട്ടപ്പെട്ടിരിക്കുന്നു. അത് ബലഹീനത സംഭവിച്ചു പോയി എന്നൊക്കെ പുതിയ നിയമത്തിലെ സിനഡും കമ്മിറ്റിയും ഡിസ്ട്രിക്റ്റ് കമ്മിറ്റിയും ജനറൽ കമ്മിറ്റിയും ഒക്കെ പറഞ്ഞ് അതിനെ വെള്ള പൂശുന്ന പരിപാടി ദൈവവചനത്തിലുള്ളതല്ല. പാപം പാപമായി കാണണം, അകൃത്യത്തെ അകൃത്യമായി കാണണം. അത് മകൻ ചെയ്താലും, അപ്പൻ ചെയ്താലും, അളിയൻ ചെയ്താലും, അമ്മാവൻ ചെയ്താലും, അമ്മാവിയപ്പൻ ചെയ്താലും പാപത്തെ പാപമായി കാണണം. അബദ്ധവശാൽ ചെയ്തത് പാപമായി കാണുന്നുവെങ്കിൽ കരുതിക്കൂട്ടി ചെയ്താൽ എന്ത് ചെയ്യണം? അബദ്ധവശാൽ ഒരുവൻ ചെയ്ത പാപത്തിനെ ഓടിച്ചെന്ന് സങ്കേത നഗരത്തിൽ പാർത്താൽ അന്നത്തെ വർത്തമാന കാല പുരോഹിതൻ്റെ മരണം വരെ, അല്ലെങ്കിൽ അവരുടെ സന്നദ്ധിയും കൂടി ആളിനെ വിചാരണ നടത്തി കുറ്റക്കാരനല്ല എന്ന് കാണിക്കുന്നിടം വരെ അവിടെ പാർക്കാം.
എന്നാൽ കരുതിക്കൂട്ടി ചെയ്യാത്ത പാപത്തിന് യാഗപീഠത്തിൽ പോയി കൊമ്പിൽ പിടിച്ചാലും വിടുതലുണ്ട്. കരുതിക്കൂട്ടി ചെയ്താലോ തിരുവചനത്തിൽ എഴുതിയിട്ട് അവനെ പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് ശിക്ഷ നടപ്പാക്കണം. ഇത് മാറ്റമില്ലാത്ത പ്രമാണമാണ്. പാപത്തെ പാപമായി കാണുവാൻ ഇന്നത്തെ ആത്മീയഗോളത്തിലെ വിശുദ്ധന്മാരെന്ന് അഭിമാനിക്കുന്നവർ തയ്യാറാകണം. പാപയാഗത്തിനുള്ള യാഗവസ്തുക്കൾ തിരുവചനത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ലേവ്യ പുസ്തകം 4-ാം അധ്യായം 3:14. ഊനമില്ലാത്ത ഒരു കാളക്കിട. ഒരുവൻ അബദ്ധവശാൽ ഹൃദയങ്ങളെയും അന്തരങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ് കാര്യത്തിന് അവസാനമായി വിലയിരുത്തുന്നത്. അവൻ യാഗവസ്തുവിനെ കരുതിക്കൂട്ടി കൊന്ന ശേഷം അല്ലെങ്കിൽ ദോഷം ചെയ്ത ശേഷം യാഗപീഠത്തിൻ്റെ അടുക്കൽ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ പുരോഹിതൻ അന്തര്യാമിയും ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനുമല്ല. അവൻ കരുതിക്കൂട്ടി ചെയ്യുന്ന പാപത്തിൻ്റെ പരിണതഫലമായി വരുന്ന യാഗം പുരോഹിതൻ അർപ്പിച്ചാലും ശരി, അങ്ങകത്തിരിക്കുന്ന ഒരു പെട്ടിയുണ്ട് കേട്ടോ. ആ പെട്ടിയുടെ പേര് കൃപാസനമെന്നാണ്. അതിൽ നിന്ന് ഉത്തരവ് കിട്ടാത്തിടത്തോളം കാലം അവൻ്റെ പാപം ക്ഷമിക്കപ്പെടുകയില്ല. ദൈവം ക്ഷമിക്കാത്ത പാപത്തെ ക്ഷമിച്ചു കൊടുക്കുവാൻ, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ദൈവപുത്രനല്ലാതെ ഒരു പുരോഹിതനും ഒരു കമ്മിറ്റിക്കും അവകാശമില്ല എന്ന് മറന്നു പോകരുത്. അതിന് വില കേൾക്കണം, ഒരു കാളക്കിടാവ്. രണ്ടാമത്, പാപയാഗത്തിനുള്ള വസ്തുക്കൾ ലേവ്യ പുസ്തകം 4-ാം അധ്യായം 23-28 വാക്യങ്ങളിൽ ഊനമില്ലാത്ത ഒരു ആൺകോലാടോ ഒരു പെൺകോലാടോ ആകാം. അറിയാതെ ചെയ്ത പാപത്തിൻ്റെ പരിണതഫലമായി വന്ന ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുവാൻ കൊടുക്കുന്ന പ്രായശ്ചിത്ത വസ്തുക്കളാണിത്. ഒരു കാളക്കിടാവ്, ഒരു ആൺകോലാടോ പെൺകോലാടോ അതിന് ഊനമറ്റതായിരിക്കണം. അത് രഹസ്യമായി പൊതിഞ്ഞു കെട്ടിയല്ല യാഗപീഠത്തിൽ കൊണ്ടുവരേണ്ടത്, പരസ്യമായി കൊണ്ടുവരണം. ഒരു ലംഘനവും മറച്ചു വെക്കരുത്. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. കാര്യം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നവന് കരുണ ലഭിക്കുമെന്നല്ല, കാര്യം ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് പിന്നീട് അത് ചെയ്യരുത്. ആരെല്ലാമാണ് പാപയാഗം അർപ്പിക്കേണ്ടത്? ആർക്കും വിടുതലില്ല. ജനത്തിൽ ആര് പാപം ചെയ്താലും, ലേവ്യ പുസ്തകം 4:2, അഭിഷിക്തനായി പുരോഹിതൻ പാപം ചെയ്താൽ, അപ്പം പുരോഹിതന്മാർ പ്രത്യേക മാംസരക്തങ്ങളോട് കൂടിയവരല്ല, ഇവരെല്ലാവരും അതേ മാംസരക്തങ്ങളോട് കൂടിയവരാണ്. പുരോഹിതൻ അഭിഷേകം പ്രാപിച്ചവൻ, ലേവിഗോത്രത്തിൽ ജനിച്ചവൻ്റെ പൗരോഹിത്യ അഭിഷേകം 20 വയസ്സ് മുതലാണ്. അപ്പോൾ 20 വയസ്സ് മുതൽ മുൻപോട്ട് 50 വയസ്സ് വരെ ശുശ്രൂഷ ചെയ്യുന്നവനും അതിനുശേഷം പ്രായമുള്ള വ്യക്തിയും പാപം ചെയ്താൽ, അറിയാതെ പാപം ചെയ്യാൽ 4:3. ഇസ്രായേൽ സഭ മുഴുവനായാലും ഏതെങ്കിലും ഒരു ഉത്സവം ആചരിക്കേണ്ട സമയത്ത് ഒരു ദിവസം ആചരിച്ചില്ല എങ്കിൽ അതും പാപയാഗമാണ്. ഈ പാപയാഗത്തിനുള്ള പരിഹാരമാർഗം നേടിയേ മതിയാവൂ. 4:13. ഒരു പ്രമാണി ആയാൽ, ദേശത്തിൻ്റെ നടുവിൽ കൊമ്പും കുളമ്പുമുള്ള വ്യക്തികളായി നടക്കുന്ന വ്യക്തികളുടെ പാപത്തെ കണ്ണടയ്ക്കുന്ന വ്യക്തികൾ ഇന്നത്തെ കാലത്തും അന്നത്തെ കാലത്തുമുണ്ട്. അയ്യോ, അച്ചായൻ ചെയ്ത പാപമല്ലേ, നമ്മൾ എങ്ങനെ പറയും? പാപത്തെ പാപമായി കാണണം. ഇനി ദേശനിവാസികളിൽ ഒരുവൻ, അത് പരദേശിയോ സ്വദേശിയോ വന്നു പാർക്കുന്നവൻ ആയാലും ശരി, അന്യദേശക്കാരനല്ലേ, നമുക്കെന്നാ വേണം എന്ന് ചിന്തിക്കരുത്. അത് ദൈവം കണക്കിലെടുത്തുകൊണ്ട് ശിക്ഷ വിധിക്കും. 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ സത്യവചനം ആരെങ്കിലും കേൾക്കുകയോ കാണുകയോ ചെയ്ത ശേഷം അറിയിക്കാതെ പാപം ചെയ്താൽ, നോക്കണേ എത്ര സീരിയസ് ആണ്. 6-ാമത്, ഏതൊരുവനായാലും ലേവ്യപുസ്തകം 5:1. 7-ാമത്, മഹാപുരോഹിതനായാലും. അപ്പോൾ മഹാപുരോഹിതനും അതേ രക്തം, അതേ മാംസം, അതേ അസ്ഥികൂടം, അതേ തലച്ചോറ്, അതേ ആശകൾ, ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, ഇംഗിതങ്ങളൊക്കെയുള്ള വ്യക്തികളാണ്. അവരായാലും പാപം ചെയ്താൽ തെളിവുണ്ട് കേട്ടോ. ലേവ്യ പുസ്തകം 16:3, പാപപരിഹാര ദിവസത്തിൽ വർഷത്തിൽ ഒരിക്കൽ പാപരഹിതനായി പാർക്കുന്ന വ്യക്തി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിവാരണം കണ്ടുപിടിച്ചേ മതിയാകുകയുള്ളൂ. ഇത്രയും കഴിഞ്ഞ ശേഷം പാപയാഗത്തിൻ്റെ യാഗാർപ്പണ വിധിമുറ ഒരിക്കൽ കൂടെ പറയാം. ആരെല്ലാമാണ് യാഗം അർപ്പിക്കേണ്ടത്, എന്താണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ നാം കണ്ടു. ഇപ്പോൾ യാഗം അർപ്പിക്കുന്നതിനുള്ളൊരു വിധിമുറയുണ്ട്. അതെന്താണെന്ന് നോക്കാം. കാളക്കിടാവോ ആൺകോലാടോ പെൺകോലാടോ
ഏത് യാഗമൃഗം ആയാലും അത് ഊനം അറ്റതായിരിക്കണം, ഒരു കുറ്റവും ഉണ്ടായിരിക്കരുത്. ലേവ്യ പുസ്തകം 4:3-14-23-28. യാഗമൃഗത്തെ യാഗാർപ്പകൻ, യാഗമർപ്പിക്കുന്ന ആൾ, തെറ്റിയ ആളുണ്ടല്ലോ, സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് യാഗമൃഗത്തിൻ്റെ തലയിൽ കൈവച്ച ശേഷം യാഗമൃഗത്തെ അറുക്കണം. അവൻ ചെയ്ത തെറ്റ് ചെയ്യാത്തൊരു മൃഗത്തെ പരസ്യമായി കൊണ്ടുവന്ന ശേഷം മൂടിക്കെട്ടിക്കൊണ്ടുവരികയല്ല, എല്ലാവരും കാണുക. ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ഒരുവനെ സമാഗമന കൂടാരത്തിലേക്ക് ഒരു യാഗവസ്തുവിനെ കൊണ്ടുപോയാൽ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും. അതവൻ പറഞ്ഞിരിക്കണം എന്ത് കാരണത്താലാണ് കൊണ്ടുപോകുന്നത് എന്ന്. ഇല്ലെങ്കിൽ അവൻ തൻ്റെ ലംഘനം മറച്ചു വെക്കുന്നുവെന്ന അർത്ഥം. അതിനും ശിക്ഷയുണ്ട്. ദൈവം മറച്ചുവെച്ച പാപിയുടെ യാഗ മൃഗത്തിൻ്റെ യാഗം സ്വീകരിക്കുന്നതല്ല. ഇത് സീരിയസ് ആണ് ദൈവത്തിൻ്റെ വചനം. ഇതൊക്കെ ചിന്തിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാത്തതാണ് ഇന്നത്തെ ദൈവസഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. കാരണം ഇത് കേൾക്കുന്നവരും ആ ഗ്രൂപ്പിൽപ്പെട്ടവർ, ഇത് കേൾപ്പിക്കേണ്ടവരും ആ ഗ്രൂപ്പിൽപ്പെട്ടവർ. അനന്തരം എന്തു ചെയ്യണം? അവൻ യാഗമൃഗത്തിൻ്റെ തലയിൽ കൈവച്ച ശേഷം യാഗമൃഗത്തെ അവൻ തന്നെ അറുക്കണം. അനന്തരം അഭിഷിക്തനായ പുരോഹിതൻ മൃഗത്തിൻ്റെ രക്തം, ഈ പാപി അറുത്ത മൃഗത്തിൻ്റെ രക്തം കുറച്ച് എടുത്ത് സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. പുറത്തു വെച്ച് അറുക്കപ്പെട്ട മൃഗത്തിൻ്റെ രക്തം അഭിഷിക്തനായ പുരോഹിതൻ യാഗപീഠത്തിൻ്റെ അകത്ത്, സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് കൊണ്ടുവരണം. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ തിരശ്ശീലയ്ക്ക് മുൻപിൽ 7 പ്രാവശ്യം തളിക്കണം. എത്ര സീരിയസ് ആണ് ഈ വിഷയം! 7 പ്രാവശ്യം വിരൽ മുക്കി തിരശ്ശീലയ്ക്ക് മുൻപിൽ രക്തം തളിക്കണം. പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിൽ ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ആദ്യം തിരശ്ശീലയ്ക്ക് മുൻപിൽ, അപ്പുറത്തുണ്ടല്ലോ സമാഗമന കൂടാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൃപാസനം, അതിൻ്റെ മുൻപിൽ തളിക്കണം. അകത്ത് കയറരുത്, അത് വാണ്ടിലൊരിക്കൽ മാത്രമേ ഉള്ളൂ. അത് മഹാപുരോഹിതൻ മാത്രമേ പോകാവൂ. തൻ്റെ പാപത്തിന് വേണ്ടി രക്തം അർപ്പിക്കണം. അങ്ങനെ വിധിമുറകൾ 16-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല. കുറേ രക്തമെടുത്ത് യഹോവയുടെ സന്നിധിയിലെ സമാഗമന കൂടാരത്തിലെ ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ധൂപപീഠം പ്രാർത്ഥനയെ കാണിക്കുന്നു എന്ന് 141-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ കാണിക്കുന്നു. പുരോഹിതനായ രക്തമെടുത്ത് ധൂപപീഠത്തിന്മേൽ പുരട്ടുമ്പോൾ ആ ധൂപപീഠം പ്രാർത്ഥന എന്ന പ്രക്രിയയായി മാറി സ്വർഗസിംഹാസനത്തിൻ്റെ മുൻപിൽ അവിടെ ധൂപം പൊങ്ങുന്നു. ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഉള്ള ഹോമയാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. പാപയാഗത്തിനുള്ള കാളയുടെ സകല മേധസ്സും, കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും, കുടലിന്മേലുള്ള സകല മേധസ്സും അതിൽ നിന്ന് നീക്കണം. മൂത്രപിണ്ഡം 2ഉം അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടെ കരളിന്മേലുള്ള വവയും അവൻ എടുക്കണം. സമാധാനയാഗത്തിനുള്ള മൃഗത്തിന്മേൽ നിന്ന് എടുത്തതുപോലെ തന്നെ പുരോഹിതൻ ഹോമയാഗപീഠത്തിന്മേൽ അത് ദഹിപ്പിക്കണം, ധൂസിയാക്കണം. അതുകൊണ്ടാണ് യാഗത്തെ മുഴുവൻ ധൂസിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭസ്മം ആക്കണം. ഒരു കരടോ ഒരു തരിയോ ശേഷിപ്പിക്കരുത്. മൃഗത്തിൻ്റെ തോലും മാംസം മുഴുവനും തലയും കാലും കുടലും ചാണകവുമായി, സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ വെച്ചാണല്ലോ മൃഗത്തെ അറുത്തത്, ചാണകവുമായി മൃഗത്തെ മുഴുവനും പാളയത്തിനു പുറത്ത് വെണ്ണീർ ഇടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകിന്മേൽ വെച്ച് തീയിട്ട് ചുട്ടുകളയണം. വെണ്ണീർ ഇടുന്നിടത്ത് തന്നെ അത് ചൂടണം. പാപയാഗത്തിൻ്റെ രക്തമകത്ത് കൊണ്ടുവരാം. മൃഗത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി അശുദ്ധമായതിടുന്ന സ്ഥലത്ത് വിറകിന്മേൽ വെച്ച് ചുട്ടുകളയണം. അതിലൊട്ടും ശേഷിപ്പിക്കരുത്.
ആ മൃഗം അവിടെ തീർന്നു കഴിഞ്ഞാൽ മൃഗത്തിൻ്റെ നിറമോ വർണ്ണമോ ശക്തിയോ ബലമോ ഒന്നും ശേഷിക്കുന്നില്ല. പാപമേറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഇതായിരിക്കണം ചെയ്യേണ്ടത്. ലേവ്യ പുസ്തകം 4:4 മുതൽ 12, 14 മുതൽ 21, 23 മുതൽ 26 വരെയും 29 മുതൽ 35 വരെയും, 5-ാം അധ്യായം 7 മുതൽ 9 വരെയും, 11-ാം അധ്യായം 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുമുള്ള വാക്യങ്ങൾ സശ്രദ്ധം വായിക്കണം. ഇതാകുന്നു പാപയാഗത്തിൻ്റെ അർപ്പിക്കുന്നതിനുള്ള വിധിമുറ. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് ലോകവും പാപവും എന്നുള്ള വിഷയമാണ്. പാപം സാർവത്രികമാണ്. സിൻ ഈസ് യൂണിവേഴ്സൽ. ശലോമോൻ ആലയപ്രതിഷ്ഠാ സന്ദർഭത്തിൽ ആലയത്തിൻ്റെ മുന്നിൽ ഉയർത്തിക്കെട്ടിയ പ്രസംഗപീഠത്തിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് വേഷഭൂഷാദികളോടുകൂടെയല്ല, ഇരുകൈകളും സ്വർഗത്തേക്ക് ഉയർത്തി എത്ര നേരം കൈ ക്ഷീണിച്ചു പോകാതെ താഴെ താഴ്ത്താതെ നിന്ന് വിളിച്ചു പറഞ്ഞ ഒരു പ്രാർത്ഥനാ വാചകം ഉണ്ട്. 8-ാം അധ്യായം 46-ാമത്തെ വാക്യം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. ആദാം തൊട്ടുള്ള സകല മാനവരാശിയുടെയും ചരിത്രത്തെ ഹൃദയത്തിൽ കൈക്കൊണ്ടാണ് ശലോമോൻ പറയുന്നത്, ആദം മുതൽ ഇന്ന് ഈ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞാൻ വരെ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എന്താണ് അതിൻ്റെ വിഷയം? പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല എന്ന് പിൽക്കാലത്ത്, അന്നത്തെ കാലത്തെ ജനത്തെ കണ്ടുകൊണ്ട് മാത്രമല്ല, എക്കാലത്തും മാനവരാശി ഭൂമിയിൽ ഉള്ളിടത്തോളം കാലമുള്ള സകല മനുഷ്യരെയും ചൂണ്ടിക്കാണിച്ച് ശലോമോൻ പറഞ്ഞതാണ് സഭാപ്രസംഗി 7:20. ഇനിയും ശലോമോൻ പറഞ്ഞത് വിട്ട ശേഷം അപ്പോൾ സാർവത്രികമായ പാപത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദാവീദ് പറഞ്ഞത് എന്താണെന്ന് നോക്കുക. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. സങ്കീർത്തനം 51:5. ഒരു വലിയ മാനസാന്തരത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് 51-ാം അധ്യായത്തിൽ കാണുന്നതിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാകുന്നതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും ഞാൻ വിവരിക്കുന്നില്ല. പാപത്തെ സംബന്ധിച്ച് ഇയ്യോബ് പറഞ്ഞ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധൻ ഉണ്ടോ? ഇല്ല. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനില്ല. 14-ാം അധ്യായം 4-ാമത്തെ വാക്യം. അതേ ഇയ്യോബ് പറയുകയാണ്, ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ലല്ലോ. യെശയ്യാപ്രവചനം 6:1, 66:1, തിമോഥെയോസിൻ്റെ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-16 കാണുന്ന വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ യഹോവയാം ദൈവം ഇരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചല്ല പറഞ്ഞത്. സ്വർഗങ്ങൾ 3 ഉണ്ട്. ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ താഴെയുള്ളതായിരുന്ന ഏദേൻ തോട്ടത്തിൽ വസിച്ചിരുന്ന ആ ദുഷ്ടനായ ലൂസിഫർ ഉണ്ടല്ലോ, അവൻ വസിച്ചിരുന്ന സ്ഥലത്താണ് പാപം ആരംഭിക്കുന്നത്. ആ സ്വർഗവും തൃക്കണ്ണിൻ്റെ മുൻപിൽ നിർമ്മലം അല്ലല്ലോ എന്നാണ് ഇയ്യോബ് പറഞ്ഞത്. ഇനിയും പാപത്തിൻ്റെ സാർവത്രികതയെക്കുറിച്ച് ഇയ്യോബ് തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടെ പറയുകയാണ്. മർത്യൻ നീതിമാനല്ല, സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നീതിമാനാകും? സ്വർഗവും തൃക്കണ്ണു മുൻപിൽ നിർമ്മലമല്ലെന്ന് പറഞ്ഞത് 15:15. ഇപ്പോൾ ഞാൻ പറഞ്ഞ മർത്യൻ നീതിമാനല്ല, സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നീതിമാനാകും എന്ന് എഴുതിയിരിക്കുന്നത് യോബിൻ്റെ പുസ്തകം 25:4 വിശുദ്ധ പൗലോസ് പറഞ്ഞ പദം നമുക്ക് ഒന്ന് ചിന്തിക്കാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. റോമർക്കെഴുതിയ ലേഖനം 3:10. പഴയ നിയമ ന്യായപ്രമാണ മോശയിക പുസ്തകങ്ങൾ മുഴുവൻ അരച്ച് കലക്കി കുടിച്ചവനും ഗമാലിയേലിൻ്റെ കാൽ കീഴിൽ നിന്ന് ദൈവവചനം പഠിച്ചവനുമായാണ് പിന്നീട് പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ആ കൂട്ടത്തിൽ നാമും ഉണ്ടായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അകൃത്യത്തിലും പാപത്തിലും മരിച്ച നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രൻ എന്ന പരമയാഗത്തെ നമുക്ക് വേണ്ടി അർപ്പിച്ച് വീണ്ടെടുപ്പ് തന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ സമാധാനം. ആ സമാധാനത്തിൽ മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഈ വചനത്തിനായി നന്ദി. കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.